എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വയലിൻ കച്ചേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ കച്ചേരി അവതരിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് പ്രഗത്ഭയായ സംഗീതജ്ഞ, വയലിൻ വിദുഷി ശ്രീമതി സുനിത ഹരിശങ്കറാണ്. സുനിത ഹരിശങ്കർ ജനിച്ചത് കളമശ്ശേരി എറണാകുളത്തും പിന്നെ അവിടെ നിന്ന് 30 വർഷമായിട്ടുള്ള സംഗീത സബരിയിലൂടെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ നാട്ടുകാരിയും കൂടെയാണ്, ഇപ്പോൾ നമ്മുടെ മരുമകളും കൂടെയാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ സുനിത ഹരിശങ്കർ ജനനം ശരിക്കും ഒരു മ്യൂസിക്കൽ ഫാമിലിയിൽ തന്നെയാണ്. കൂടെ ഉള്ള സഹോദരങ്ങളെല്ലാവരും തന്നെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പ്രവർത്തിച്ച് വരുന്നു. അതുപോലെ തന്നെ അക്കാഡമിക്സിൽ നോക്കിയാലും RLV മ്യൂസിക് കോളേജിൽ ഫസ്റ്റ് റാങ്കോടുകൂടി 1990 പാസ്സായി. അതായത് ഗാനഭൂഷണം എടുക്കുകയുണ്ടായി. പിന്നെ ഗാനപ്രവീണം സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ പഠിച്ചു. അവിടെയും ഫസ്റ്റ് റാങ്കോടുകൂടി 93 പാസ് ഔട്ടായിരിക്കുകയാണ്. പ്രഗത്ഭരായ അധ്യാപകർ, അതായത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് ശ്രീമതി സുനിത ഹരിശങ്കർ തൻ്റെ വയലിൻ അഭ്യസിച്ച് വന്നത്. അതായത് ഗുരുക്കന്മാർ VV സുബ്രഹ്മണ്യ അയ്യർ, പിന്നെ പ്രൊഫസർ S ഈശ്വരവർമ്മ, പ്രൊഫസർ ശ്രീ താമരക്കാട് N ഗോവിന്ദൻ നമ്പൂതിരി, പ്രൊഫസർ ശ്രീ ത്യാഗരാജൻ, പ്രൊഫസർ ശ്രീ അബ്ദുൽ അസീസ്, ഇങ്ങനെ ഒട്ടനവധി പ്രഗത്ഭരായ വയലിൻ വിദ്വാൻമാരിൽ നിന്നും ശിക്ഷണം ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടെയാണ്. കൂടാതെ ധാരാളം അവാർഡുകളും നേടിയിട്ടുണ്ട്. ശ്രീനിവാസ മെമ്മോറിയൽ മ്യൂസിക് അവാർഡ്, പിന്നെ സംഗീത തിലകം അവാർഡ്, അങ്ങനെ പിന്നെ കലാശ്രേഷ്ഠ അവാർഡ്, ഇങ്ങനെ ഒത്തിരി അവാർഡുകളും നേടിയിട്ടുണ്ട്. ഇതുകൂടാതെ സുമനസ രഞ്ജിനി എന്ന് പറയുന്ന ഒരു മ്യൂസിക് സ്കൂളും കൂടെ ഇപ്പം ഉണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് വയലിൻ സ്കൂളും കൂടെ നടത്തി വരികയാണ്. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളെല്ലാം തന്നെ എടുക്കുന്നുണ്ട്. അതുകൂടാതെ RLV കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വാതിരുന്നാൾ സംഗീത കോളേജിലും പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു, റിട്ടയറായി. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് തിരുവട്ടാറിന് ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഗീത വിദുഷിയെ, വയലിൻ വിദുഷിയെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മൃദംഗം വായിക്കുന്നത് ശ്രീമാൻ നാഞ്ചിൽ അരുളാണ്. നമ്മുടെ നാട്ടുകാരനും കൂടെയാണ്, കന്യാകുമാരി ജില്ലക്കാരനും കൂടെയാണ്. ധാരാളം കൺസേർട്ട്സ് പുള്ളി അവതരിപ്പിച്ച് വരുന്നു. കാരണം ഒരു ദിവസം പോലും ഒഴിയാതെ എല്ലാ ദിവസവും പ്രോഗ്രാമാണ്. നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ തന്നെ ഒട്ടനവധി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലൊരു പ്രോഗ്രാമിന് നമുക്ക് പുള്ളിയുടെ ഡേറ്റ് കിട്ടുന്നതന്നെ വളരെ പ്രയാസമാണ്. എന്നിട്ട് പോലും ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് സമ്മതിച്ചതിലും വന്നതിലും ഏറെ നന്ദിയുണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഘടം അവതരിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ശ്രീമാൻ രാജേഷാണ്. പുള്ളിയും ഒരു മ്യൂസിക്കൽ ഫാമിലിയിൽ ജനിച്ച് വളർന്ന് ഒരുപാട് അവാർഡുകളും ഒരുപാട് പ്രോഗ്രാംസൊക്കെ ചെയ്ത് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി കൂടെയാണ്. ഒരുപാട് പ്രഗത്ഭരായ ഗുരുക്കന്മാരിൽ നിന്നും ഒരുപാട് അഭ്യസിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ഘടം നമുക്ക് വേണ്ടി വന്നതിൽ വളരെ സന്തോഷം. പിന്നെ ഈ 2 കുട്ടികൾ കഴിഞ്ഞ 8 വർഷമായിട്ട് സുനിത മാഡത്തിൻ്റെ കൂടെ അഭ്യസിച്ച് വരുന്ന കുട്ടികളാണ്. ദേവനാരായണൻ, വൈദ്യനാഥൻ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ വയലിലുള്ള വൈദഗ്ധ്യം കണ്ടിട്ട് ടീച്ചറിൻ്റെ തന്നെ ഗുരുനാഥൻ ഇവർക്ക് വേണ്ടി വീണ്ടും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നാദയോഗി VV സുബ്രഹ്മണ്യൻ സാറ്, പിന്നെ നാദയോഗി സുബ്രഹ്മണ്യം സാറിൻ്റെ മകൻ VV മുരാരി ഇവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വയലിനിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പും കിട്ടി വരുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് 2 പേർക്കും സംഗീതം പഠിക്കാനായിട്ട്, വയലിൻ പഠിക്കാനായിട്ടുള്ള സ്കോളർഷിപ്പും ഇവർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ധാരാളം കലോത്സവങ്ങളിൽ ധാരാളം സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നവരാണ്. ദക്ഷിൺ സഹോദയയുടെ പ്രോഗ്രാംസ് ആയാലും ശരി തന്നെ സ്റ്റേറ്റ് ലെവലിലായാലും ധാരാളം പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു.
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു അവസരം നമുക്കിവിടെ അവതരിപ്പിക്കാനുള്ള അവസരം തന്ന ശ്രീ പ്രസിഡന്റ് മോഹൻ സാറിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ എല്ലാവർക്കും തന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഉടനെ തന്നെ പരിപാടി ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഇവിടെ ഈ അമ്പലത്തിൻ്റെ നടയിൽ ഭഗവാന്റെ മുമ്പിൽ ഒരു സംഗീതാർച്ചന വയലിൻ വായിക്കണം എന്ന് കുറേ കാലമായി. ഞാൻ ഇവിടെ വന്നിട്ട് 30 വർഷമായി. അപ്പം മുതൽ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ഒന്ന് വായിക്കണമെന്ന്. അതിനിന്നാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, അതിന്നാണ് സാധിച്ചത്. അതിൽ ഭഗവാനോടും ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ആദ്യമായി ഒരു വർണ്ണത്തോടെ കച്ചേരി ആരംഭിക്കുന്നു. ഇത് എൻ്റെ ഗുരുനാഥൻ നാദയോഗി ശ്രീ വി സുബ്രഹ്മണ്യം സാർ ചിട്ടപ്പെടുത്തിയ 5 രാഗത്തിൽ ഖനരാഗം, നാട്ട, ഗൗള, ആരഭി, വരാളി, ശ്രീ, ഈ ഖനരാഗത്തിൽ സാർ ചിട്ടപ്പെടുത്തിയ ഒരു വർണ്ണമാണ് വായിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. താങ്ക് യു.
din gadaka tak din gadaka ton tak din gadaka tak din tak junno tak junno tak din gadaka tak dari gadam tak din tak junno tak din tak junno tak junno tak junno tam gadaka tak dari gadun tam tak din tak junno tak din dari gadam dom tak junno dhim tak junno takita junno tham dari gadaka tham dari gadaka tham dari gadaka din dari gadaka ta tang gadaka dari gadaka di tang gadaka dari gadaka dom gadaka dari gadaka dom gadaka dari gadaka tang gadaka dari gadaka dom gadaka dari gadaka dari gadaka dum dari gadaka dum dari gadaka om dari gadaka om dari gadaka om takita ta നല്ലൊരു പരിപാടി ഇവിടെ അവതരിപ്പിച്ചതിൽ എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചറിനും 2 ശിഷ്യന്മാർക്കും പിന്നെ മൃദംഗം ശ്രീ അരുൾ സാറിനും രാജേഷ് സാർ എല്ലാവർക്കും വളരെയധികം നന്ദി. ഗംഭീരമായിരുന്നു കച്ചേരി.
രക്ഷയില്ല, സമയം പോയത് അറിഞ്ഞില്ല. ശരിക്കും 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഏതാണ്ട് 9:30 ഗംഭീരം പ്രോഗ്രാമായിരുന്നു. അതേപോലെ തന്നെ ഇത്രയും സമയം എല്ലാവരും ഇവിടെ ഇരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ ഒരു വേദി നമുക്ക് അറേഞ്ച് ചെയ്തു തന്ന ക്ഷേത്ര കമ്മിറ്റിക്കും പ്രസിഡൻറ്റിനും പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ എത്താനുള്ള കാരണം തന്നെ നമ്മൾ അരിമനയിൽ നിന്ന് ഗോപകുമാർ ചേട്ടനാണ്. ചേട്ടന് നന്ദി. താങ്ക് യു സോ മച്ച്.